പത്തനംതിട്ടയിൽ ദമ്പതികൾക്ക് നേരെ പോലീസ് മർദ്ദനമെന്ന് പരാതി. അന്വേഷണം ആരംഭിച്ച് പോലീസ്. പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മർദ്ദനമേറ്റവരുടെ മൊഴി രേഖപ്പെടുത്തി. വിവരങ്ങളുമായി സുജു ഉണ്ട്. സുജു, എന്താണ് ഈ സംഭവം? വിജി ഇന്നലെ വൈകിട്ട് രാത്രി 11 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. രാത്രി 20 സംഘം അടൂരിൽ നിന്ന് വിവാഹ പാർട്ടിയിൽ പങ്കെടുത്ത ശേഷം തിരികെ കോട്ടയത്തേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് ഈ പത്തനംതിട്ട KSRTC സമീപത്ത് ഇവർ വിശ്രമിക്കാൻ ഇറങ്ങിയ സമയത്ത് പോലീസ് എത്തി അകാരണമായി മർദ്ദിച്ചു എന്നാണ് ഇപ്പോൾ കുടുംബം ആരോപിക്കുന്നത്. അതിൽ പരിക്കേറ്റിരിക്കുന്ന ശ്രീജിത്തിന്റെ ഭാര്യ സിത്താര, ബന്ധു ഷിജിൻ എന്നിവർക്കാണ്. അതിൽ ശ്രീജിത്തിന്റെ തലയ്ക്ക് അടിയേറ്റിട്ടുണ്ട്. പോലീസ് മർദ്ദിച്ചു എന്നാണ് ശ്രീജിത്ത് പറയുന്നത്. അതായത് ബാറിന്റെ മുമ്പിൽ വെച്ചാണ് ഈ വിവാഹ സംഘം 20 പേരുണ്ടായിരുന്നു. അതിൽ 7 പേർക്കാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് മർദ്ദനമുണ്ടായെന്നാണ് ഇവർ പരാതിയിൽ പറയുന്നത്. ഇവർ വിശ്രമിക്കുന്ന സമയത്ത് പോലീസ് ജീപ്പിലെത്തുകയും അതിൽ ഏതാണ്ട് 7ഓളം പോലീസ് ഉദ്യോഗസ്ഥരാണ് എത്തിയത്. അതിൽ ഒരാൾ മാത്രമാണ് യൂണിഫോമത്തിൽ ഉണ്ടായിരുന്നത്. ബാക്കി ഉദ്യോഗസ്ഥർ മഫ്തിയിലായിരുന്നതുമാണ്, യൂണിഫോം ഇട്ടിരുന്നില്ലെന്നാണ് ഈ അടിയേറ്റവർ പറയുന്നത്. എത്തുകയും കാര്യം ഒന്നും തിരക്കാതെ തന്നെ വളരെ പെട്ടെന്ന് ലാത്തി ചാർജ് ചെയ്തു എന്നാണ് ഇവർ ആരോപിക്കുന്നത്. ഇക്കാര്യത്തിൽ പോലീസിന് ലഭിക്കുന്ന അനൗദ്യോഗികമായ ഒരു വിവരം, ഇതാ ബാറിന്റെ മുമ്പിൽ സംഘർഷമുണ്ടെന്നും ചില ആളുകൾ പ്രശ്നമുണ്ടാക്കുന്ന വിവരം ലഭിച്ചതിന് പോലീസിന് ലഭിച്ച ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ സംഭവ സ്ഥലത്തെത്തി നടത്തിയ അതിന്റെ നടപടിയാണ് ഇതെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ കാര്യത്തിൽ ഇപ്പോൾ പത്തനംതിട്ട ഡിവൈഎസ്പി എസ് നന്ദകുമാർ ഈ അടിയേറ്റവരുടെ മൊഴി നേരിട്ടെത്തി. ഞാനിപ്പോൾ നിൽക്കുന്ന ജനറൽ ആശുപത്രിയുടെ മുൻവശമാണ്. ഈ ജനറൽ ആശുപത്രിയിലെത്തി മൊഴി രേഖപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ അന്വേഷണവും നടപടിയും ഉണ്ടാകുമെന്ന് ഡിവൈഎസ്പി പറയുകയുണ്ടായി. വിശദമായ അന്വേഷണം ഈ വിഷയത്തിൽ ആവശ്യമാണെന്നാണ് ഡിവൈഎസ്പി പറയുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ ഒരു വിശദമായ അന്വേഷണം ആവശ്യമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇന്നലെ രാത്രിയാണ് ഒരു കുടുംബത്തിന് നേരെ, ഒരു ദളിത് കുടുംബത്തിന് നേരെ അതിക്രമം ഉണ്ടായിരിക്കുന്നത്. അവർ പറയുന്നത് ശരിയാണെങ്കിൽ വളരെ ഗൗരവമുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം അകാരണമായി പോലീസ് മർദ്ദിച്ചു എന്ന ആരോപണം. എന്നാൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഔദ്യോഗികമായ ഒരു പ്രതികരണം, കാര്യത്തിൽ വിശദമായ അന്വേഷണം ആവശ്യമാണ്. ഏതെങ്കിലും തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഇന്നലെ ഈ പോലീസ് സംഘത്തിലുണ്ടായിരുന്ന പത്തനംതിട്ട SI ജിനു ആണ് ഈ പോലീസിന്റെ ഉണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടർ റാങ്കിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ. എന്തായാലും ഈ കാര്യത്തിൽ ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉടനടി തന്നെ നടപടിയും ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഡിവൈഎസ്പി തന്നെ എസ് നന്ദകുമാറിനെ നേരിട്ടെത്തി ഈ അടിയേറ്റവരുടെ മൊഴി രേഖപ്പെടുത്തുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഗൗരവത്തോടെ തന്നെയാണ് പോലീസ് ആഭ്യന്തര വകുപ്പ് ഇക്കാര്യം കാണുന്നത് എന്നതിന്റെ സൂചന തന്നെയാണ്. ഇന്നലെ വൈകിട്ടുണ്ടായ സംഭവത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെത്തി ഇതിന് അന്വേഷണത്തിന് നേതൃത്വം നൽകുകയാണ്. എന്തായാലും ഇവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുന്നു തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. ഈ കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളത് തന്നെയാണ്. ഒരു കുടുംബത്തെ അകാരണമായി മർദ്ദിച്ചു എന്നുള്ള ആക്ഷേപമാണ്, അല്ലെങ്കിൽ പരാതിയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. വിജി, പത്തനംതിട്ടയിൽ ദമ്പതികൾക്ക് നേരെ പോലീസ് മർദ്ദനമെന്ന് പരാതി. ഇത് സംബന്ധിച്ച വിവരങ്ങളാണ് സുജു ടി ബാബു പങ്കുവച്ചത്.